ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഇന്ന് ജനാധിപത്യത്തിന്റെ മഹോത്സവമായ ഇലക്ഷൻ നടക്കുവാണല്ലേ. ഇലക്ഷൻ പ്രമാണിച്ച് ഞങ്ങൾ സ്ഥലത്തില്ലെങ്കിലും വോട്ട് ചെയ്യാനായിട്ട് കൃത്യസമ്മതം നമ്മുടെ ബൂത്തിൽ നമ്മൾ എത്തുന്നതാണ്. അത് ഇവള് വോട്ടവകാശം ഇല്ലാത്ത ആളാണ്. കോഴിക്കോടാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുവരെ ഉള്ളത് മാറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇപ്പോൾ വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വോട്ട് ചെയ്യണം, ആരും മാറി നിൽക്കരുത്. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അവകാശമാണ് വോട്ടവകാശം. അത് ആരും ഇല്ലാത്തൊരു സംഭവമാണ്. അതെ, അപ്പോൾ അത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. അപ്പോൾ അത് ആരും നഷ്ടപ്പെടുത്തരുത്. അതിന് വലിയ വിലയുണ്ട്. അത് നമ്മളെ നാളെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ശക്തിയുണ്ട്. അത് മനസ്സിലാക്കുക. അതുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്യണം, വോട്ട് ചെയ്യാതിരിക്കരുത്. ആർക്ക് ചെയ്താലും അപ്പോൾ തീർച്ചയായിട്ടും ആരും അത് നിസ്സാരമായിട്ട് തള്ളിക്കളയില്ല. നാളെ നമ്മളെ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാനുള്ളതാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ നല്ല ഭരണാധികാരികൾ നമുക്കുണ്ടാവണം. നല്ല ഭരണാധികാരികൾ ഉണ്ടായാലേ നമ്മുടെ നാടിന്, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും, എല്ലാ വിദ്യാഭ്യാസം എന്തായിക്കോട്ടെ എല്ലാത്തിനും വളർച്ച ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിന് ഉചിതമായ ആളെ തിരഞ്ഞെടുക്കാനുള്ള അവസരമാണ്. ഒരു കാരണവശാലും നിങ്ങളുടെ വോട്ടവകാശം നിങ്ങൾ കളയരുത്. അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഓരോരുത്തരും നമ്മൾ മാറി നിൽക്കും. നമ്മൾ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. 5 വർഷം കൂടുമ്പോൾ നമ്മളെ ഭരിക്കുന്ന നമ്മുടെ ഭരണാധികാരികളെ നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവരെ ചോദ്യം ചെയ്യാനും അവരെ തിരുത്താനും അവർ നല്ലതാണെങ്കിൽ അവരെ മുന്നോട്ട് നയിക്കാനുള്ള നമുക്ക് കിട്ടുന്ന ഒരേ ഒരു അവസരമാണ് കേട്ടോ. നഷ്ടപ്പെടുത്തരുത് ഒരു കാരണവശാലും. ഈ ഒരു അവസരം ഇനി നമുക്ക് 5 കൊല്ലം കഴിഞ്ഞാലേ കിട്ടത്തുള്ളൂ. നമ്മൾ ആര് ഭരിക്കണം ആര് ഭരിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കാം. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോ നമ്മൾ ഇന്നലെ എടുത്തത് വരുന്നുണ്ട്. അത് ഇതിന് ശേഷമേ വരുള്ളൂ. അപ്പോൾ ഞങ്ങൾ എവിടെയായിരുന്നു എന്തായിരുന്നു എന്നുള്ളതിൻ്റെ എല്ലാം വ്യക്തമായിട്ടുള്ള വീട്ടിലില്ല. അതെ, വീട്ടിലില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ സ്ഥലത്തില്ല. ഞങ്ങൾ എന്തായാലും വോട്ടിൻ്റെ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ എത്തും. ഈ വീഡിയോ നമ്മൾ എടുക്കുന്നത് രാവിലെ 7 മണിക്കാണ്. വോട്ട് തുടങ്ങി. അപ്പോൾ ഇപ്പോൾ തന്നെ അരമണിക്കൂറിൽ ഈ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യും, രേഖപ്പെടുത്തും. മമ്മിക്കും എനിക്കും അവക്കും ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് 3 പേർക്ക് വോട്ടുണ്ട്. അറിയത്തില്ല പോകുന്നുണ്ടോ ഇല്ലെന്ന്. പക്ഷെ എല്ലാവരും വോട്ട് രേഖപ്പെടുത്തണമെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം പണ്ടൊക്കെ എൻ്റെ ചിന്താഗതി അങ്ങനെയല്ലായിരുന്നു. വോട്ട് എന്നാ വോട്ട് നമ്മൾ വോട്ട് ചെയ്തിട്ട് ആർക്ക് എന്ത് പ്രയോജനം കിട്ടാനാണ്. പക്ഷെ അങ്ങനെയല്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യാത്തത് കൊണ്ട് പ്രയോജനം കിട്ടുന്ന ആളുകളുണ്ട്. കാരണം നമ്മൾ ചെയ്യാതെ പോകുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരാണോ അവർക്കത് പ്രയോജനമായി മാറും. നമ്മൾ ഒരു നന്മ ചിലപ്പം ഉള്ളിടത്തേക്ക് ഇത് പോയെന്ന് വരില്ല. കാരണം പല ആളുകളുടെയും ചിന്താഗതി പലതാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവും അവർ ജയിക്കട്ടെ പക്ഷേ നമ്മൾ ചെന്നിട്ട് ഒരു 10 വോട്ട് നമ്മുടെ ഒരാൾക്ക് ചെല്ലുമ്പം അപ്പുറത്ത് 20 വോട്ട് കിട്ടിയാലേ പിന്നെ അതിനെ ഈക്വലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്ര വ്യത്യാസമുണ്ട്. നമ്മുടെ വോട്ടിന് നല്ല വിലയുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ആരും വോട്ട് ചെയ്യാതിരിക്കരുത്. എല്ലാവരും വോട്ട് ചെയ്യണം. വോട്ട് ചെയ്ത് നമ്മളും മാതൃകയാവട്ടെ, രാജ്യത്തിന് മാതൃകയാവട്ടെ അല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഈ രാവിലത്തെ വീഡിയോ. വിശദമായിട്ടുള്ള വീഡിയോ വൈകുന്നേരം, ഒന്നെങ്കിൽ ഇന്ന് വൈകുന്നേരം നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് വൈകുന്നേരം തന്നെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങൾ എവിടെയായിരുന്നു എന്തായിരുന്നുള്ള എല്ലാ കഥകളും ആ വീഡിയോയ്ക്കകത്തുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കും. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാതെ എല്ലാവർക്കും ടാറ്റ ബൈ.